ഹരേ രാമ ഹരേ കൃഷ്ണ. രാമശബ്ദം. നിത്യാനന്ദ സ്വരൂപമായിരിക്കുന്ന ഏതൊരു ചിതാത്മാവിൽ യോഗികൾ രമിക്കുന്നുവോ ആ പരബ്രഹ്മം രാമ എന്ന ശബ്ദത്താൽ വ്യവഹരിക്കപ്പെടുന്നു എന്ന് പത്മപുരാണത്തിൽ രാമശബ്ദത്തെ നിർവചിച്ചിരിക്കുന്നു. വിഷ്ണു മന്ത്രത്തിൻ്റെ ജീവസ്വരമായ രായും ശിവമന്ത്രത്തിൻ്റെ ജീവസ്വരമായ മായും ചേർന്നുണ്ടായതാണ് രാമമന്ത്രം. ശ്രീ പരമശിവൻ പോലും സദാ ജപിച്ചുകൊണ്ടിരിക്കുന്നത് രാമനാമമാകുന്നു. സഹസ്രനാമം ജപിക്കുന്നതുകൊണ്ടുള്ള തുല്യബലം എളുപ്പത്തിൽ ഏതു മന്ത്രത്തിന് ലഭിക്കുമെന്ന പാർവതീദേവിയുടെ ചോദ്യത്തിന് ഉപദേശിക്കുന്നത് രാമനാമമാണ്. ബ്രഹ്മാവ് തുടങ്ങിയ യോഗീശ്വരന്മാർ പോലും രാമനാമമാണ് ജപിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു. രാമം ശസ്ത്രഭൃതാമഹം. ശസ്ത്രം ധരിച്ചവരിൽ രാമനാണ് ഞാനെന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നു. വിശ്വസ്യ രമണാചൈവ രാമ ഇത്യുച്യതേ ബുധൈഹി. സ്കന്ദപുരാണം. വിശ്വത്തെ ആനന്ദിപ്പിക്കുക നിമിത്തം ജ്ഞാനികളിൽ രാമനെന്നു പറയപ്പെടുന്നു. രാമ ഇത്യഭിരാമേണ വപുഷാ തസ്യ ചോദിത നാമധേയം ഗുരുശ്ചക്രേ ജഗത്പ്രഥമ മംഗളം. കാളിദാസൻ അഭിരാമമായ അവൻ്റെ ശരീരത്താൽ പ്രേരിതനായിട്ട് അച്ഛൻ അവന് ലോകത്തിൽ ഏറ്റവും മംഗളകരമായ രാമൻ എന്ന പേര് നൽകി. രാശബ്ദോ വിശ്വവചനോ മാശ്ചാഭീശ്വര വാചക വിശ്വനാമീശ്വരോ യോഹി തേന രാമ പ്രകീർത്തിത. ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ പറയുന്നു. രാശബ്ദം വിശ്വത്തെയും മാശബ്ദം ഈശ്വരനെയും കുറിക്കുന്നു. ഏതൊരുവൻ വിശ്വങ്ങൾക്ക് ഈശ്വരനാണോ അവൻ രാമനെന്ന് പ്രകീർത്തിക്കപ്പെടുന്നു. ജയ് ശ്രീ രാമചന്ദ്ര കി ജയ്. ജയ് ശ്രീ ആഞ്ജനേയ സ്വാമി കി ജയ്. ഹരേ രാമ ഹരേ കൃഷ്ണ.